വി മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കടുത്ത പ്രതിഷേധം. ഇത് ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അവിടെ 3 വാർഡല്ലേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. 3 വാർഡേ ഉള്ളൂ. ഈ 3 വാർഡിലുള്ളവർ മനുഷ്യരല്ലേ? അദ്ദേഹം പറയട്ടെ, 3 വാർഡിലുള്ളവർ മനുഷ്യരല്ലേ? മരിച്ചവർ മനുഷ്യരല്ലേ? പരിക്ക് പറ്റിയവർ മനുഷ്യരല്ലേ? അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ? അവർ ജില്ലയുടെ പല ഭാഗത്തായി അവർ പറിച്ചു മാറ്റപ്പെട്ട് നിൽക്കുകയല്ലേ? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിതം വേണ്ടേ? അവർക്ക് ജീവനോപാധി വേണ്ടേ? അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കണ്ടേ? അവരുടെ മക്കൾക്ക് പഠിക്കണ്ടേ? അവിടെ തകർന്നതായിട്ടുള്ള സംവിധാനങ്ങൾ പുനഃക്രമീകരിക്കണ്ടേ? അതിനൊക്കെയാണ് ഞങ്ങൾ ഫണ്ട് ചോദിച്ചത്. BJPയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. BJPയുടെ തനി നിറം അതെന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ 2 കാര്യം പറയതിൽ. ഒന്ന്, സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതായ റിപ്പോർട്ടുകൾ മുഴുവൻ കൊടുക്കണം. അത് നേരം വൈകുന്നത് ശരിയല്ല. അതിൽ ജാഗ്രത സംസ്ഥാന സർക്കാർ പാലിക്കണം. അടിയന്തരമായി PDNA റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കണം. ഒന്ന്, ഞാൻ ചോദിക്കുന്നു, അടിയന്തര സഹായം നൽകാൻ എന്തെങ്കിലും റിപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ ചോദ്യം വി മുരളീധരനോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും എൻ്റെ ചോദ്യം ഇതാണ്. അടിയന്തര സഹായം ലഭ്യമാക്കാൻ ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? മറിച്ച് എന്താ നിത്യാനന്ദ റായിയുടെ കത്ത് SDRF ഫണ്ടിലേക്ക് 2024-25 ഞങ്ങൾ കൊടുത്ത എമൗണ്ട് പറഞ്ഞിട്ടാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ആയി എല്ലാ ഗവൺമെൻറ്റുകൾക്കും കൊടുക്കേണ്ടതാണ്, എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുക്കേണ്ടതാണ്. അത് ഇവരുടെ ഔദാര്യമല്ല. അത് പറഞ്ഞിട്ട് പറയുന്നത് തന്നെ എന്തിനാ? ഞങ്ങൾ പ്രത്യേക പ്രൊവിഷൻ കൊടുക്കില്ല എന്നുള്ളതാണ്. അതിനെ സാധൂകരിക്കുകയാണ് ആര് ചെയ്തത്? ഇന്ന് വി മുരളീധരൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളൊരു കാര്യം പറയാം. ദുരന്തബാധിതരെ വഴിക്കിട്ട് അമ്മാനമാടാൻ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. സംസ്ഥാന സർക്കാരിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതിൽ അടിയന്തരമായ ധനസഹായം, 2 പുനരധിവാസം സമ്പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള നടപടികൾ, PDNA റിപ്പോർട്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അടിയന്തരമായി സ്വീകരിക്കണം. ദുരന്തബാധിത മേഖലയിൽ സഹായം ചെയ്യുകയുമില്ല, അവരെ അപമാനിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ക്രൂരമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഒരു സംശയമില്ലല്ലോ. ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ പറയരുതല്ലോ. 3 വാർഡിൽ മാത്രമല്ലേ ഇത് പറ്റിയിട്ടുള്ളൂ, വയനാടിന് മൊത്തം ഇത് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഈ ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഈ 3 വാർഡിലുള്ള ആളുകൾ മനുഷ്യരല്ലേ? കേരളത്തിൽ ഇത്ര ആളുകൾ മരിച്ച ദുരന്തം ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഉരുൾപൊട്ടലിനോടൊപ്പം ഡാം ദുരന്തം ഉണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും ആളുകൾ ദുരന്തബാധിതരായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ദുരന്തത്തിൻ്റെ പുനഃക്രമീകരണത്തിന് 2000 കോടി ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യണം. അതിൽ കേന്ദ്ര സർക്കാരിനോട് അടിയന്തര സഹായമെങ്കിലും ലഭ്യമാക്കിയിട്ട് വേണം മിസ്റ്റർ നിങ്ങളിത് സംസാരിക്കാൻ. ദുരന്തബാധിതരോട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിച്ച് മാപ്പ് പറയാൻ ശ്രീ വി മുരളീധരൻ തയ്യാറാകണം.